ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇന്ന് മോന് ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളെ കാണിക്കണത്. അപ്പോൾ ഓൻ വന്നപ്പോൾ ഞങ്ങൾ ബ്രോസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഓൻ വന്നപ്പോഴാട്ടോ അടുക്കളയൊക്കെ ആകെ ഒന്നാണ്ട് ഉണർന്നത്. ഞങ്ങളങ്ങനെ അവൻ പോയതിന് ശേഷം പ്രത്യേകിച്ച് സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. സാധാ ചോറും കൂട്ടാനും മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പറയണ്ടല്ലോ, അവന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചൂടോടെ അങ്ങോട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കുബൂസ് പിന്നെ ഉണ്ടാക്കാനൊന്നും നിന്നില്ല. അത് കടയിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നെ കുറച്ച് മാങ്ങയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ജ്യൂസൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാട്ടോ. ജ്യൂസിൻ്റെ ഒരാളാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് നമുക്ക് മാങ്ങ കൊണ്ട് ജ്യൂസും അടിക്കണം, ബ്രോസ്റ്റും ഉണ്ടാക്കണം. അവൻ വീട്ടിലോട്ട് വന്നതിൽ ഞമ്മക്കും ഭയങ്കര സന്തോഷമുണ്ട് എന്നുള്ളത് അവനെ അറിയിക്കും കൂടി ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി ബ്രോസ്റ്റ് ചൂടോടെ ചുട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ച് വരുമ്പോൾ നമ്മളിവിടെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി ഫുഡാണെന്ന് അവന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെയാണ് അവിടെ ഉള്ളത് എന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ബിരിയാണിയൊക്കെ ഉണ്ടാവലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബ്രോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബിരിയാണിയൊക്കെ എല്ലായിടത്തും കിട്ടണതല്ല. അപ്പോൾ എന്നാൽ ബ്രോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പുറത്തുനിന്ന് 2-3 പീസ് വാങ്ങുന്ന പൈസ കൊണ്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കാനായിട്ട് പറ്റുമല്ലോ. പിന്നെ പുറത്തുനിന്ന് വാങ്ങി കൊടുക്കുന്നതിനെക്കാട്ടൊക്കെ എത്രയോ നല്ലതല്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കേണ്ടത്. എത്ര വലിയ ഹോട്ടലിലൊക്കെ പോയി കഴിച്ചാലും നമ്മൾ സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ഒരു ബ്രോസ്റ്റിൻ്റെ രുചിയൊന്നും വേറല്ലേ. അത് എവിടെ നിന്നും അങ്ങനെ കിട്ടൂലല്ലോ. നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കണ നേരം കൊണ്ട് തന്നെ ബ്രോസ്റ്റ് ഇതാ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്തിക്കണേ. അപ്പോൾ ഇത് ഞാനല്ല കേട്ടോ ഉണ്ടാക്കണത്, ഓൻ്റെ ഉപ്പയാണ് ഇത് ഉണ്ടാക്കണത്. ഓൻ വീട്ടിലേക്ക് വന്നപ്പോഴാട്ടോ അടുക്കളയിൽ നിന്നൊക്കെ നല്ല ബ്രോസ്റ്റിൻ്റെ നല്ല അടിപൊളി ഹോം മെയ്ഡ് ബ്രോസ്റ്റിൻ്റെ മണമൊക്കെ വന്നത്. അപ്പോൾ എൻ്റെ സോന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ, ഇങ്ങനെയാണെങ്കിൽ കാക്കാക്ക് എല്ലാ ആഴ്ചയും വന്നൂടെ, കാക്ക ഈ ഇനി എല്ലാ ആഴ്ചയും വന്നുകൊണ്ടിട്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ എല്ലാ ആഴ്ചയും അവന് ബ്രോസ്റ്റ് തിന്നാലോ എന്നാണ് കേട്ടോ അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതന്നെ ഇപ്പോൾ അവന് ലീവ് കിട്ടിയിട്ട് പോകുന്നതൊന്നും അല്ല കേട്ടോ. അവൻ എന്തൊക്കെയോ ചെറിയ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ടായതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് അവൻ വന്നതായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സോനുവിനോട്. ബ്രോസ്റ്റിൻ്റെ കൂടെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടാക്കണുണ്ട്. പിന്നെ ഇതാ മാംഗോ ജ്യൂസ് അടിപൊളിയായിട്ട് ഇവിടെ അടിച്ച് വെച്ചിരിക്കണേ. ഇത് ഓനെന്നെ അടിച്ചതാട്ടോ, ഓനെന്നെ ഉണ്ടാക്കി വെച്ചതാണ്. ഇന്നിപ്പോൾ അടുക്കള ഉപ്പാക്കും കുട്ടിയാക്കാണ് വിട്ടുകൊടുത്തൊക്കെ കേട്ടോ. അവരാണ് ഉണ്ടാക്കണത്. ഇന്ന് എനിക്ക് ഫ്രീ ആണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കണം. നമ്മൾ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കാനായിട്ട് കഴിയില്ലല്ലോ. അപ്പോൾ അവർ ഉണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ബ്രോസ്റ്റിൻ്റെ ചിക്കൻ്റെ ഓരോ പീസും നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ച് എടുക്കണുണ്ട്. ഇതിങ്ങനെ എണ്ണയിൽ കിടന്ന് കാണും ഇങ്ങനെ വെന്ത് വരുന്നത് കാണാൻ നല്ല രസമാട്ടോ. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേനു. അപ്പോൾ അതാ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടുട്ടൂനുള്ള പണി ഇതാണ് കേട്ടോ. അടുക്കളയുള്ള പാത്രം മുഴുവൻ സിറ്റൗട്ടിലും ഡൈനിങ് ഹാളിലും എവിടെയൊക്കെ ഓന് കൊണ്ടിടാൻ പറ്റുമോ അവിടെയൊക്കെ ഓൻ കൊണ്ടിടും. ഓനെ കൊണ്ട് എന്തൊക്കെയാണോ ചെയ്തു തരാൻ പറ്റുക അതൊക്കെ ഓൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ രീതിക്ക് അങ്ങനെ നടക്കട്ടെ. അതൊക്കെ ലാസ്റ്റ് നമുക്ക് നന്നാക്കാം. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കിയപ്പോൾ സോനു പറഞ്ഞു ഉപ്പച്ചി ബ്രോസ്റ്റ് വരച്ചു, കാക്ക ജ്യൂസും ഉണ്ടാക്കി, എന്നാൽ ഞാൻ മയോണൈസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓന് മയോണൈസ് ഉണ്ടാക്കാൻ ഏൽപ്പിച്ചാൽ ചിലപ്പോൾ ആ മയോണൈസ് നമുക്ക് കൂട്ടാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒപ്പം നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുക അതിടുന്നൊക്കെ പറഞ്ഞു ഒപ്പം നിന്ന് കണ്ട്. അപ്പോൾ അതിനിവിടെ ബ്രോസ്റ്റ് ഒരു ട്രിപ്പ് പൊരിച്ചത് ഇവിടെ കോരി ഇടുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ വീഡിയോ കൊണ്ട് ഇങ്ങോട്ടൊന്നും ഓടി. എനിക്കിന്ന് ഈ പണി മാത്രമേ ഉള്ളൂ കേട്ടോ. വീഡിയോ ആയിട്ടൊന്ന് അങ്ങോട്ട് ഓടുക ഓലുണ്ടാക്കണതൊക്കെ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മയോണൈസ് ഇവിടെ റെഡി ആയപ്പോൾ തന്നെ മിക്സിൻ്റെ അവിടെയും ഒക്കെ എല്ലായിടത്തും നന്ന പണി ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. അവിടെയൊക്കെ കളഞ്ഞിക്കണ്. അതൊക്കെ ഇനി തോത്തിയെടുക്കാണ്ട് ആ പണിയൊക്കെ പിന്നെ നമുക്ക് തന്നെയാണ്. ബ്രോസ്റ്റ് ആയേക്കിന് തന്നെ ഫുള്ളും പൊരിച്ചെടുക്കാനുള്ള ടൈമൊന്നുമില്ല. ലിനിമോക്ക് ഉറക്കം നിൽക്കണേ, ടുട്ടൂനും ഉറക്കം നിൽക്കണേ. ടുട്ടൂന് പിന്നെ ഉറക്കം വന്നാലും ഇല്ലെങ്കിലും ഒരാൾക്ക് കൊടുക്കണ കാണുമ്പോൾ ഓനും വേണ്ടി വരും. അപ്പോൾ ടുട്ടൂനും ലിനിമോക്കും കൂടി അതൊന്ന് കൊടുക്കുന്നുണ്ട്. ലിനിമോളെ വീഡിയോയിൽ കാണിക്കാത്ത ഓള് തണുപ്പുണ്ട് ഇറങ്ങാണ്ട് ഉപ്പാൻ്റെ വലിയൊരു ടീഷർട്ട് ഇട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇന്നെ ഞങ്ങൾ വീഡിയോ എടുക്കല്ലേ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അവളെ വീഡിയോ എടുക്കാൻ കാണിക്കാത്തത്. അപ്പോൾ അവർക്ക് ആദ്യം കൊടുത്തിട്ട് വേണം കേട്ടോ. പിന്നെ എനിക്ക് പിന്നെ ആയിട്ടില്ല. ഞങ്ങൾ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കഴിക്കാൻ. അപ്പോൾ അതിന് ഇവരെ രണ്ടാളെ ഒരു ഭാഗത്താക്കിയാലേ അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ ഞങ്ങളായിക്കോളൂ കേട്ടോ. അപ്പോൾ ഇവർ രണ്ടാളെയൊന്ന് കൊടുത്തുകാണ്ട് ഉറക്കം വിചാരിച്ചു. എന്നിട്ട് പിന്നെ ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കാണ്ട് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇവർക്ക് ആദ്യം കൊടുത്തത്. ഇവതാ കഴിക്കാൻ ഭയങ്കര ഇത് കാട്ടും കേട്ടോ, ധൃതി കാട്ടും. പക്ഷേ അത് മുഴുവൊന്നും കഴിക്കൂല കേട്ടോ. ആ ഒരു പീസ് തന്നെ അവൻ കഴിക്കൂല. അപ്പോൾ 7up ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓൻ അതും പാരണം. അതൊന്നും അവൻ കുടിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് നിൽക്കണ ഇടയിൽ നമ്മൾ ജ്യൂസും
എന്താണ് ബ്രോസ്റ്റൊക്കെ ഇവിടെ റെഡിയായി വന്നിക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കട്ടെ ഞാൻ. അപ്പോൾ എൻ്റെ മക്കൾ പറയണം നിങ്ങളെ വീഡിയോ എപ്പോഴൊന്ന് ഞങ്ങൾക്കൊന്ന് കുടിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എടുത്തോളിൻ്റെ വീഡിയോ എടുക്കൽ കഴിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളും കഴിക്കാനായിട്ട് ഇരുന്നു. ഇതിൻ്റെ ഇടയിൽ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ന് വീഡിയോ ഫുള്ള് ബ്രോസ്റ്റ് മാത്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും 2 പീസ് ബ്രോസ്റ്റും ഒരു കുബൂസും എടുത്തിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ പാത്രമൊക്കെ കാലിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്